നമസ്കാരം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി അനാവശ്യമായി ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് അങ്ങ് പിരിഞ്ഞു. കൂടാതെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ നാഥൻ ഓം ബിർള. ഇനി സഭയിൽ കിടന്ന് ബഹളമുണ്ടാക്കിയാൽ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് ഓം ബിർള രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച ഭരണഘടനാ ദിനമായതിനാൽ പഴയ പാർലമെന്ററി മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനമായിരിക്കും നടക്കുക. ബുധനാഴ്ചയായിരിക്കും പുതിയ പാർലമെന്റിലേക്ക് ഇരുസഭകളും വീണ്ടും ചേരാൻ പോകുന്നത്. വഖഫ് നിയമത്തിന് ഭരണഘടനയിൽ സ്ഥാനമില്ലെന്നും വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് സൃഷ്ടിച്ചതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനം വോട്ടാണ്, ജനങ്ങളല്ല. സാമൂഹ്യ നീതിക്കെതിരാണ് വഖഫ് എന്നും മോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രീണനത്തിനായി കോൺഗ്രസ് നിയമങ്ങൾ ഉണ്ടാക്കി, പട്ടികജാതി വിഭാഗത്തെ പോലും അവർ കാര്യമാക്കിയില്ല. വഖഫ് ബോർഡ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. 2014 ഡൽഹിക്ക് സമീപമുള്ള പല സ്വത്തുക്കളും ഒഴിപ്പിച്ച് ഇവർ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു. അത് വോട്ട് വേണ്ടി മാത്രമാണ്, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തിച്ചത്. ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് ഒരു സ്ഥാനവുമില്ല. എന്നിട്ടും കുടുംബത്തിന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ഈ സൗകര്യം ഒരുക്കിയത്. യഥാർത്ഥ മതേതരത്തിന് വധശിക്ഷ നൽകാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും മോദി കൂട്ടിച്ചേർത്തു. അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയിൽ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾ പോലും കോൺഗ്രസ് നശിപ്പിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവിന് പോലും മറികടന്നാണ് ഡൽഹിക്ക് സമീപത്തെ ഭൂമി കോൺഗ്രസ് വഖഫിന് കൈമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെയായിരുന്നു ഇതെന്നും മോദി പറഞ്ഞു. നവംബർ 25 മുതൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് പുതിയ വഖഫ് ബില്ല് അവതരിപ്പിക്കാനിരിക്കെയാണ് മോദിയുടെ രൂക്ഷമായ പരാമർശം കോൺഗ്രസിന് നേർക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യ ഭരിച്ചിരുന്ന നാൾ മുതൽ തന്നെ കോൺഗ്രസ് വോട്ടിന് വേണ്ടിയും മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുമുള്ള സമീപനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വഖഫ് ബിൽ പരിഹരിക്കുന്ന JPCക്ക് കൂടുതൽ സമയം ആവശ്യമെങ്കിൽ സഭയുടെ അനുമതി തേടുമെന്നും സഭ അനുവദിച്ചാൽ അത് നൽകുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് പുതിയ നിയമപ്രകാരം ഭൂമി വിട്ടുകൊടുക്കാൻ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സാധിക്കില്ല. പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നവർക്കോ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവന്ന ഒരാൾക്കും സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വഖഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ബുധനാഴ്ചയോടുകൂടി പുതിയൊരു വഖഫ് ബില്ല് ഈ ഭാരതത്തിന് അംഗീകാരം നൽകാൻ പോവുകയാണ് ലോകസഭ. അതോടുകൂടി ഇന്ന് വരെ വഖഫ് ബില്ലിന്, അതായത് വഖഫ് ബോർഡ് ഇതെന്റെ വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയക്കുന്ന ആ രീതി ബുധനാഴ്ചയോടുകൂടി തിരശ്ശീല വീഴുകയാണ്. ഇനി പുതിയ വഖഫ് ബില്ലിൽ പരാമർശിക്കുന്ന നിയമവ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ ഇനി വഖഫ് ബോർഡിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒക്കെ വലിയ കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ ജീവിതം, അതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് രീതിയും നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും അംഗീകാരം നൽകില്ല, അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് മോദി ഈ വഖഫ് ബില്ലോടുകൂടി പറയാതെ പറയുന്നത്.